നമസ്കാരം, ക്ഷേത്ര FM 90.8 എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പുറത്തുള്ളത് ആര്യാണ്. ഇന്നത്തെ ഫേസ് ടു ഫേസിൽ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ സിനിമകൾ കാണുന്നവരാണ്, നമുക്കൊക്കെ സിനിമകൾ ഇഷ്ടമാണ്. ആ ഒരു 3 മണിക്കൂർ കൊണ്ട് നമ്മൾ കാണുന്ന ഒരു സിനിമ വെറും 3 മിനിറ്റ് കൊണ്ട് നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും സ്റ്റോറി ടെല്ലറുമായിട്ടുള്ള മനു കൃഷ്ണനാണ് നമുക്കിപ്പോൾ ഉള്ളത്. വെൽക്കം മനു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഈ വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക, ആ ഒരു സിനിമയിലുള്ള ഓരോ ക്യാരക്ടറിനെ എടുത്തിങ്ങനെ പോർട്രേ ചെയ്യുന്നൊരു രീതിയും ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന രീതിയും വളരെ വ്യത്യസ്തമാണല്ലോ. അതെ, എനിക്കറിയാം. എങ്ങനെയാണ്? ഭയങ്കര റിസർവ്ഡ് ആണോ? ഒരു പരിധി വരെ റിസർവ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഭയങ്കര ഇൻട്രോസ്പെക്റ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അതായത് എൻ്റെ ഉള്ളിലേക്ക് തന്നെ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ പലപ്പോഴും റിസർവ്ഡ് ആയിട്ടാണ് ഇരിക്കാറുള്ളത്. സോഷ്യൽ ആങ്സൈറ്റി കുറച്ചൊക്കെ ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. അപ്പോൾ ശരിക്കും നേരത്തെ സിനിമയുടെ കാര്യം പറഞ്ഞില്ലേ, ഈ സിനിമയുടെ ഇതിലേക്ക് എനിക്ക് വരാനുള്ള കാരണം തന്നെ എൻ്റെ സോഷ്യൽ ആങ്സൈറ്റിയാണ്. എനിക്ക് ആളുകളോട് പോയിട്ട് ഞാൻ ഇതാണ് ഫീൽ ചെയ്യുന്നത്, എൻ്റെ ഉള്ളിൽ ഇതാണ് എന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല എന്നൊരു സാഹചര്യം വന്നപ്പോൾ സിനിമയിൽ അത് പറ്റുന്നുണ്ട്. സിനിമ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു 4 പേര് കൂടിയിരുന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല വിഷയം സിനിമയാണ്. നേരത്തെ ഇറങ്ങിയ സിനിമ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയും. പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത് കൊള്ളത്തില്ല അല്ലെങ്കിൽ കൊള്ളില്ലാതെ കേൾക്കാനാണ് ആളുകൾക്ക് ഇഷ്ടം. അങ്ങനെ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ചർച്ചകൾ എല്ലായിടത്തും സ്വീകാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ സിനിമയെ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും. അപ്പോൾ ശരിക്കും മനുവിൻ്റെ ഇമോഷൻസിനെ സിനിമയായിട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ വീഡിയോസ് ഒക്കെ പുറത്തു വരാൻ തുടങ്ങിയതല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുവിൻ്റെ ശബ്ദം ഒട്ടുമിക്ക കുറച്ച് പേർക്കെങ്കിലും നമ്മൾ മലയാളികൾക്ക് അറിയാമായിരിക്കും. ഈ സിനിമ റിലേറ്റഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും ഒരുപക്ഷെ മനുവിൻ്റെ വീഡിയോസ് ഇഷ്ടമായിരിക്കും. ആ സിനിമയിൽ അല്ലെങ്കിൽ ആ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന വീഡിയോയും ഇപ്പോൾ സംസാരിക്കുന്നത് വളരെ വ്യത്യസ്തമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു വീഡിയോയുടെ ഒന്ന് പോർട്രേ ചെയ്യും, ഏതെങ്കിലും ഒരു ക്യാരക്ടർ. അതിന് ഞാൻ ആക്ച്വലി ഇത് സ്ക്രിപ്റ്റ് എഴുതിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഏതെങ്കിലും ഒരു ക്യാരക്ടർ മതി. രവി തരകന്റെ വീഡിയോക്കകത്ത് ഞാൻ ആദ്യം പറഞ്ഞത് ഡോക്ടർ രവി തരകൻ, അരഗന്റ്, ഡിറ്റാച്ച്ഡ് അങ്ങനെയൊക്കെയല്ലേ തുടങ്ങിയിരിക്കുന്നത്. അരഗന്റ്, ഇമോഷണലി ഡിറ്റാച്ച്ഡ്, ഈഗോയിസ്റ്റിക്, വീട്ടുകാർക്ക് പോലും വിശ്വാസമില്ലാത്തവൻ, അങ്ങനെ. ശരിക്കും ഓരോ ക്യാരക്ടേഴ്സിനെ ഇപ്പോൾ മൂവിയിലെ ഓരോ കഥാപാത്രത്തെ എടുക്കുമ്പോഴും മനു ഇപ്പോൾ പറഞ്ഞു, എൻ്റെ ഇമോഷൻസ് സംസാരിക്കാൻ എനിക്ക് പറ്റിയിരുന്നില്ല, അത് ഞാൻ സംസാരിച്ച് തുടങ്ങിയത് സിനിമയിലെ ക്യാരക്ടേഴ്സിലൂടെയാണെന്ന് പറഞ്ഞു. ഈ ഓരോ ക്യാരക്ടേഴ്സിനെ എടുക്കുമ്പോഴും ഇപ്പോൾ മൂവിയിലുള്ള ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ രവി തരകൻ ലാൽ ജോസിൻ്റെ ഒരു സോൾഫുൾ ആയിട്ടുള്ള മൂവിയാണ്. അതുപോലെ തന്നെ ആ ഒരു ക്യാരക്ടറിനും അത്രമാത്രം ഡെപ്ത് ഉണ്ട്. നമ്മൾ കണ്ടിരിക്കുന്ന ഏതൊരു മനുഷ്യനെയും ആ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു എൻഡിങ് അല്ലെങ്കിൽ ആ ഒരു എൻഡിങ് നമ്മളെ ഭയങ്കരമായിട്ടും സന്തോഷവാനാക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു കഥാപാത്രം കടന്നു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. പ്രണയമാണെന്നുണ്ടെങ്കിലും ലൈഫിലെ കരിയർ ആണെന്നുണ്ടെങ്കിലും ഒരു അപ്പ് ആൻഡ് ഡൗൺസ് ആ ഒരു ക്യാരക്ടറിനുണ്ട്. ശരിക്കും ഈ ഒരു ക്യാരക്ടറിനെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ആ ക്യാരക്ടർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പരിചയമുള്ള ഒരുപാട് പേര് അതേ ഇമോഷണാലിറ്റിയിലൂടെ കടന്നുപോയ ആളുകൾ എനിക്കറിയാം. ഒരു പരിധിവരെ ഞാനും അല്ലെങ്കിൽ നമ്മളെല്ലാവരും തന്നെ വിരഹം അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്ത എന്നാൽ നമുക്ക് തിരുത്താൻ കഴിയാത്ത തെറ്റ്, ആ തെറ്റിൽ നിന്ന് പിന്നീട് കുറ്റബോധം ഉണ്ടാകുക, പശ്ചാത്തപിക്കുക, വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ പൂർണ്ണമായിട്ടും പുതിയൊരു മനുഷ്യനായിട്ട് തിരിച്ചു വരിക. ഇത് ശരിക്കും ഒരു റിഡംഷൻ ആർക്കാണ്. എനിക്ക് പരിചയമുള്ള ഒരുപാട് ആളുകൾ എന്നോട് അവരുടെ ജീവിതകഥ പറഞ്ഞിട്ടുള്ള ഒരുപാട് മനുഷ്യർ ഈ ഒരു അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ട്, ഞാനടക്കം. അപ്പോൾ രവി തരകന്റെ കഥ മാത്രമല്ല, ഒരുപാട് മനുഷ്യരുടെ കൂടെ കഥയാണ്. ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ ആലോചിച്ചത് ആ റിഡംഷൻ ആർക്ക് കംപ്ലീറ്റ് ആയി ഒരു സമാധാനത്തിലേക്ക് എത്തിയ മനുഷ്യരെ പറ്റിയല്ല ഞാൻ ചിന്തിച്ചത് അതിൻ്റെ ഇടയ്ക്ക് കിടന്ന് ബുദ്ധിമുട്ടുന്ന, ശ്വാസം മുട്ടുന്ന, വിഷമിക്കുന്ന കാരണം എന്താണെന്ന് പോലും അറിയാതെ വിഷമിക്കുന്ന മനുഷ്യരെ ഓർത്തിട്ടാണ് ആ വീഡിയോ ചെയ്തത്. അത് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. അതെന്താണോ ഞാനന്ന് ചെയ്തപ്പോൾ വിചാരിച്ചത് അത് സത്യമായി. ഒരുപാട് പേർക്ക് അത് റിലേറ്റ് ചെയ്തു. ഒരുപാട് പേര് അത് കണ്ടിട്ട് എന്നോട് നന്നായിരുന്നു, കണ്ണു നിറഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും ഞാൻ ഭയങ്കര സന്തോഷം. നമ്മളെന്താണോ ഉദ്ദേശിച്ചത് അത് നടന്നു. അപ്പോൾ അങ്ങനെ അതായിരുന്നു ആ വീഡിയോ. അതായിരുന്നു ശരിക്കും പറഞ്ഞ തുടക്കം. അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ? ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, വീഡിയോ ക്രിയേറ്ററാണ്, അത്യാവശ്യം നല്ല റീച്ചുള്ള ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉള്ള ഒരു വ്യക്തിയാണ് മനു. അതിനു മുൻപും അതിന് ശേഷവും ലൈഫിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നോക്കി കാണുമായിരിക്കും? അതിനു മുമ്പ് അതായത് ഈ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഇങ്ങനെ നടന്നൊരാളാണ് ഞാൻ. അതായത് പഠിത്തത്തിലാണെങ്കിലും പരീക്ഷകളിലൊക്കെ ജയിക്കും, പക്ഷെ എങ്കിലും ക്ലാസ്സിൽ കയറില്ല. അങ്ങനെയാണോ? എന്ന് വെച്ചാൽ ക്ലാസ്സിൽ കയറിയാലും ശ്രദ്ധിക്കത്തൊന്നുമില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ഇങ്ങനെ പോയിരിക്കും.
പക്ഷെ എക്സാമിന് പഠിക്കും, പാസ്സാവും. അത് നിർബന്ധമുള്ള കാര്യം. ഇല്ലെങ്കിൽ അച്ഛൻ തല്ലും, ഇപ്പോഴും തല്ലും. ഇല്ല, തല്ലും, ഇപ്പോഴും തല്ലും, ഇങ്ങനെ കൈവച്ച് തല്ലും. അപ്പോൾ അതുകൊണ്ട് എക്സാമുകൾക്കൊക്കെ പാസ്സാവും. ഒരു അച്ചടക്കവും ഇല്ലാതെ, ഉത്തരവാദിത്വം ഇല്ലാതെ ലൈക്ക് ഇങ്ങനെ നടന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ എനിക്കിതൊരു പുതിയ പർപ്പസ് കൂടിയാണ്. ലൈക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സംഭവം വേണം, ചെയ്യണം എന്ന് തോന്നുന്ന ഒരു പുതിയൊരു പർപ്പസ് കൂടിയാണ് എനിക്ക് ഈ വീഡിയോ തന്നത്. ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ട് തുടങ്ങിയതിന് ശേഷം എനിക്കുണ്ടായ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആയി. ലൈക്ക് പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ഇത് ഇപ്പം ചെയ്യണം, ഇതല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യണം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ശരിക്കും അത് കറക്റ്റായിട്ട് പോകുന്നുണ്ടോ ആ ഒരു പ്ലാനിങ്? അത് നമ്മൾ ചോദിക്കണമല്ലോ. ചിലപ്പോഴൊക്കെ പോകാറുണ്ട്, ചിലപ്പോഴൊക്കെ പോകാറില്ല. പക്ഷേ അപ്പോഴും ലൈക്ക് നമുക്കൊരു ബോർഡർ ലൈൻ ഉണ്ട്. പോകാൻ നമുക്കറിയാം ഇത് പാളി പോകുന്നുണ്ട്, അപ്പോൾ തിരിച്ചു വരണം എന്ന് നമുക്ക് തോന്നും. ആ തോന്നൽ പണ്ടില്ലായിരുന്നു, പക്ഷെ ഇപ്പം ആ തോന്നലുണ്ട്. തിരിച്ചു വരണം, കംബാക്ക് അടിക്കണം എന്ന് തോന്നാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും മനു, എനിക്ക് ഇനിയും കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. ഇപ്പം ഒരിക്കൽ കൂടി തിരികെ എത്താം ചേതന FM 90.8 ഫേസ് ടു ഫേസുമായി നിങ്ങളുടെ കൂടെ ഉള്ളത് ഞാൻ ആര്യ. എൻ്റെ ഒപ്പം ഉള്ളത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള മനു കൃഷ്ണനാണ്. നമ്മൾ സിനിമാ കാര്യങ്ങൾ കുറേ ചർച്ച ചെയ്തു. ഒരു കെമിക്കൽ എഞ്ചിനീയർ ആണ്, അതും മൈസൂരിൽ അല്ലേ? തീർച്ചയായിട്ടും. ശരിക്കും ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? ആ ഒരു ജേണി നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഒരു എഞ്ചിനീയർ ആവണം എന്നുള്ളത് പണ്ട് തൊട്ടുള്ള ആഗ്രഹമായിരുന്നു. അത് എന്ത് എഞ്ചിനീയർ ആവണം എന്നുള്ളത് അന്ന് എഞ്ചിനീയറിംഗ് എന്താണെന്ന് അറിയില്ല, പക്ഷെ എഞ്ചിനീയർ ആവണം, അത് നിർബന്ധമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ അലോട്ട്മെന്റ് ഒക്കെ വരുന്ന സമയത്ത് കേൾക്കുമ്പോൾ നല്ല ഇമ്പം ഉണ്ടല്ലോ, കെമിക്കൽ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ ഒരു ഇമ്പം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് കൊടുത്താണ്. പക്ഷെ കിട്ടി. അങ്ങനെയാണ് ഞാൻ കെമിക്കൽ എഞ്ചിനീയർ ആയത്. അല്ലാതെ അതിൽ വലിയ കാര്യം അറിഞ്ഞിട്ടൊന്നുമല്ല. ഇത് ഇപ്പോൾ ഉപജീവന മാർഗം അതാണ്, അതിൽ നിന്നാണ് വരുമാനം കണ്ടെത്തുന്നത്. ഓക്കെ, ഇപ്പോൾ കെമിക്കൽ എഞ്ചിനീയർ ആണ് മൈസൂരിൽ. അതിൽ മറ്റൊരു വശം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലോകം ഒട്ടുമിക്ക എല്ലാ ചെറുപ്പക്കാരുടെയും ഒരു ആഗ്രഹമായിരിക്കും ഒരു പക്ഷേ സിനിമ എന്നുള്ളത്. മനുവിനും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും. നമുക്കങ്ങനെ എൻ്റെ ഈ പോയിന്റ് ഓഫ് ലൈഫിൽ എല്ലാം കളഞ്ഞിട്ട് സിനിമയുടെ പുറകെ പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നെപ്പോലുള്ള ഒരു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ചെറുപ്പക്കാർക്ക് ഇതേ ആഗ്രഹമുണ്ട് ലോകത്ത് അങ്ങോളം ഇങ്ങോളം. പക്ഷെ നമ്മുടെയൊക്കെ സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല. നമുക്ക് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നമ്മൾ ഒരു ഫാമിലിയുടെ ഒക്കെ ബ്രെഡ് വിന്നർ ആവുമ്പോൾ നമുക്കത് നമ്മുടെ പ്രയോറിറ്റി അതാണ്. അതിനുശേഷമാണ് നമ്മുടെ ബാക്കിയെല്ലാം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇപ്പോൾ പറഞ്ഞു ബ്രെഡ് വിന്നർ ആണ്, ഫാമിലിയുടെ ബ്രെഡ് വിന്നർ ആണ്. ഓഫ് കോഴ്സ് ആയിരിക്കും, കാരണം ഒരു വീട്ടിലൊരു മകൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും ചിലവ് ചെയ്യേണ്ടത് ആ മകനായി വരുന്നു. മകൻ എന്ന് മാത്രം പറയരുത്, ഈ തലമുറയിൽ എല്ലാവരും. അതെ. ഓക്കെ, അപ്പോൾ വീഡിയോസിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ മനുവിൻ്റെ വീഡിയോസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളൊക്കെ ശബ്ദം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ശരിക്കും ആരാണ് മനുവിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ഒരുപാട് പേരുണ്ട്. ഞാൻ കോളേജിൽ പഠിച്ച സമയത്ത് എൻ്റെ ശബ്ദം നല്ലതാണെന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ആ സമയത്ത് എനിക്കറിയില്ല, കാരണം നമ്മൾ ബാക്കിയുള്ളവരുടെ ശബ്ദമാണ് കേൾക്കുന്നത്, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ മുഖങ്ങളാണ് നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മുടെ മുഖവും നമ്മുടെ ശബ്ദവും നമുക്ക് പൂർണ്ണമായിട്ടും കേൾക്കാൻ പറ്റില്ല. അതെ. അപ്പോൾ എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ ഒരു കോളേജിൽ പഠിപ്പിച്ചിരുന്നു 2 വർഷം. അപ്പോൾ അവിടെ ഞാൻ കണ്ടുമുട്ടിയ ഫാസിൽ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു HOD ഫാസിൽ സാർ, പുള്ളിയാണ് എന്നോട് ഇത് സീരിയസ് ആയിട്ട് എടുക്കാനായിട്ട് ആദ്യമായിട്ട് എന്നോട് പറഞ്ഞത്. അങ്ങനെ ഞാൻ പുള്ളിക്ക് ഒരു സാധനം റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങനെ കേൾപ്പിച്ചപ്പോൾ പുള്ളിക്ക് ഭയങ്കര വണ്ടറായിപ്പോയി. പുള്ളി, നീ എന്തുകൊണ്ട് ഇത്രയും കാലം ചെയ്തില്ല എന്ന് ചോദിച്ചു. അപ്പോൾ അതൊരു വല്ലാത്തൊരു മോട്ടിവേഷൻ ആയിരുന്നു. അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. പിന്നെ SGKയുടെ ചില ഇന്റർവ്യൂസ് ഒക്കെ കാണുന്ന സമയത്ത് സന്തോഷ് ജോർജ് ഓളങ്ങാടെ പുള്ളിക്കാരനെ ഇന്റർവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു RJ ആവണമെങ്കിൽ നല്ല ശബ്ദം വേണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ തോട്ട് പ്രോസസ്സ് മനസ്സിൽ നടന്നിരുന്നു. അങ്ങനെയാണ് ശരിക്കും ഞാൻ ഈ ഇതിലേക്ക് വരുന്നത്. പിന്നെ എൻ്റെ ഒരു അനിയനുണ്ട്, അവനിപ്പോൾ സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നിന്ന് BA മ്യൂസിക് MA മ്യൂസിക് ഒക്കെ കഴിഞ്ഞിട്ട് അവൻ്റെ വീട്ടിൽ ഇതുപോലെ ഒരു ചെറിയ സ്റ്റുഡിയോ സെറ്റപ്പ് അവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവൻ്റെ സിസ്റ്റം ഉപയോഗിച്ചിട്ട് ആണ് ഞാനിതെല്ലാം ചെയ്തത്. അപ്പോൾ അവനും അഖിൽ എന്നാണ് അവൻ്റെ പേര്. അവനും വളർന്നു വരുന്നൊരു മ്യൂസീഷ്യനാണ്. അപ്പം അവനും ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ക്രിയേറ്റിംഗ് അല്ലാണ്ട് നമ്മളിപ്പോൾ ശബ്ദത്തിലേക്ക് വരുമ്പോൾ എഡിറ്റിംഗ് ആൻഡ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആരാ തന്നെയാണോ ചെയ്യണത്? ഞാൻ തന്നെ ചെയ്യുന്നത്. കൊള്ളാലോ. ഓക്കെ, അപ്പോൾ ഇതൊന്നും അറിഞ്ഞിട്ടല്ല ചെയ്യുന്നത്, അതിനോടുള്ളൊരു ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ എന്നെ കരുതി ഇപ്പോൾ എന്നോട് ഒരു പുതിയൊരു സോഫ്റ്റ്വെയറിലേക്ക് ഒരു സംഭവം ചെയ്യാൻ പറഞ്ഞപ്പോൾ പ്രീമിയറിലോ അല്ലെങ്കിൽ സൗണ്ട് എഡിറ്റ് ചെയ്യുന്ന വേറെ ഏതെങ്കിലും, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സ്റ്റുഡിയോ One എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. അതല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എങ്കിലും നമ്മളത് സെറ്റാക്കി എടുക്കും. ഓക്കെ, അപ്പോൾ സാറാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് വരണം. പിന്നെ എൻ്റെ ബ്രദറും. അപ്പോൾ ബ്രദർ ഇപ്പോൾ മ്യൂസിക്കിൽ BA എടുത്ത് ചെയ്യുന്നു അല്ലേ? BA അല്ല, അവനിപ്പോൾ MA കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ഒരു വാസന ചേട്ടനുണ്ടായിരിക്കുമല്ലോ. പാട്ട് പാടാറുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ ചെറുതായിട്ടൊക്കെ പാടാറുണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
ഏത് പാട്ടാണ് പാടുക? നീ വരുന്ന വഴിയോര സന്ധ്യയിൽ കാത്തു കാത്തു നിഴലായി ഞാൻ, അന്നു തന്നൊരനുരാഗരേഖയിൽ നോക്കി നോക്കിയുരുകുന്നു ഞാൻ. രാവുകൾ ശലഭമായി, പകലുകൾ കിളികളായി, നീ വരാതെ എൻ രാക്കിനാവൊരുങ്ങി ഒരുങ്ങി. ഇനി എന്തു വേണം, ഇനി എന്തു വേണമി മൗനമേഘമലിയാൻ പ്രിയം വതേ. കൊള്ളാം, അടിപൊളി, സൂപ്പർ. ഇതാണ് ചെറുതായിട്ടൊക്കെ പാടുമെന്ന് പറഞ്ഞ്. ഇത് വലുതായിട്ട് പാടുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, എന്നെ സംബന്ധിച്ചത് ഭയങ്കര വലുതാണ് കേട്ടോ. പാട്ട് പാടാൻ എനിക്കറിയില്ല, അതുകൊണ്ട് എന്തായാലും പാട്ട് പാടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, പാട്ട് പാടാൻ അറിയില്ല എന്ന് പറഞ്ഞ് ജാമ്യം എടുത്തല്ലോ അല്ലേ? അല്ല, സീരിയസ്ലി എനിക്കറിയില്ല. ഓക്കെ, വീണ്ടും നമ്മൾ ബാക്ക് ടു സിനിമയിലേക്ക് വരുമ്പോൾ കാഴ്ച എന്ന മൂവിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂട്ടി ചെയ്തിട്ടുള്ള മാധവൻ എന്ന കഥാപാത്രം, അതുപോലെ മേഘമൽഹാർ എന്ന മൂവിയിലെ നന്ദിത രാജീവൻ എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രം, അതുപോലെ അയാളും ഞാനും തമ്മിൽ ഡോക്ടർ രവി തരകൻ ഓൾറെഡി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ മനുവിൻ്റെ വീഡിയോസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും കുറച്ച് ഇമോഷണലി നമ്മളെ ഹോണ്ട് ചെയ്യുന്ന കഥാപാത്രങ്ങളായിരിക്കും കൂടുതലും മനു ചൂസ് ചെയ്തിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ജീവിതം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, സിനിമയെക്കാളും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ജീവിതം. ആ ജീവിതം നയിക്കുന്ന ആളുകളാണ് ഞാനടങ്ങുന്ന ഒരുപാട് ആളുകൾ. അവർക്ക് കുറെ കൂടെ റിലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സന്തോഷവും സങ്കടവും മാത്രമല്ല, കുറെ കൂടി ഇൻ ഡെപ്തിൽ ആ ഇമോഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനത്തുള്ള കഥാപാത്രങ്ങൾ വേണം എടുക്കാൻ. അതായത് അത്രയും ഡെപ്തുള്ള കഥാപാത്രങ്ങൾ. അതായത് നമ്മളൊരു സിനിമ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കഥാപാത്രം അയാളൊരു മനുഷ്യനല്ല, മറിച്ച് മറ്റൊരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടായ ഒരു ഇമാജിനേഷനാണ്. അയാൾ കണ്ട ജീവിതങ്ങളിൽ നിന്ന്, അയാൾ അനുഭവിച്ച വേദനകളിൽ നിന്ന്, അങ്ങനെ ഒരു എഴുത്തുകാരൻ എഴുതി ഉണ്ടാക്കുന്ന ഒരാളാണ് കഥാപാത്രം. ആ എഴുത്തിൻ്റെ ഡെപ്ത് നോക്കിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കഥാപാത്രങ്ങളെ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പം 3-ാം പക്കത്തിലെ അപ്പൂപ്പൻ ആരുമില്ല, അപ്പൂപ്പൻ ആകെയുള്ളതാ കൊച്ചുമകനായിരുന്നു. ആ കൊച്ചുമകൻ മരിച്ചപ്പോൾ, അല്ലെങ്കിൽ ആ കൊച്ചുമകനെ കടലെടുത്തപ്പോൾ അപ്പൂപ്പൻ വിചാരിക്കുകയാണ്, അവൻ 7 കടലുകളെ താണ്ടി വന്ന രാജകുമാരനെ പോലെ എൻ്റെ കൊച്ചുമകൻ തിരിച്ചു വരുമെന്ന് അയാൾ വിചാരിക്കുകയാണ്. നമ്മളും അങ്ങനെ വിചാരിച്ചു പോകത്തില്ലേ? ഉറപ്പായിട്ടും. നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ അങ്ങനെ പോയാൽ. അതിനകത്ത് ആ സിനിമയിൽ അത്രയും ഇമോഷണൽ, എന്താ പറയുക, ഒരു ബ്രേക്ക് ഡൗണിൽ നിന്നിട്ട് പോലും അദ്ദേഹം ബാക്കിയുള്ളവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം അദ്ദേഹത്തിൻ്റെ മകൻ, കൊച്ചുമകനിൽ നിന്ന് അകറ്റിയത് കടലാണ്. ആ കടലിലേക്ക് അയാൾ ഇറങ്ങിപ്പോകുന്നിടത്താണ് സിനിമ തീരുന്നത്. അപ്പോൾ അത്തരത്തിൽ എഴുതപ്പെട്ട കഥാപാത്രങ്ങളാണ് ഞാൻ കൂടുതലും എടുത്തിട്ടുള്ളത്, ചൂസ് ചെയ്യുന്നത്. അതെ, എന്നാലേ അതിനൊരു നമുക്ക് ജീവിതമായിട്ട് അതിനെ അത്രമേൽ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഇപ്പോൾ മനു പറഞ്ഞു, ഇപ്പോൾ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഇപ്പോൾ നമ്മളുമായിട്ട് കൂടുതൽ കണക്റ്റ് ആവുന്ന സിനിമകളും കഥാപാത്രങ്ങളുമാണ് എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ഡൗട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഈ സിനിമകളൊക്കെ ഇപ്പോൾ 3-ാം പക്കം ആണെന്നുണ്ടെങ്കിലും കാഴ്ചയാണെന്നുണ്ടെങ്കിലും ഒരുപക്ഷെ നമ്മൾ വളരെ മുൻപേ കണ്ടിട്ടുള്ള ഒരു സിനിമയായിരിക്കും അല്ലേ? കുറേ കാലങ്ങൾക്ക് മുന്നേ നമ്മൾ കണ്ടിട്ടുള്ള സിനിമയായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ക്രിയേഷനിലേക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആ ഒരു കഥാപാത്രത്തെ എടുത്ത് പോർട്രേ ചെയ്യുമ്പോൾ സിനിമകൾ വീണ്ടും കാണാറുണ്ടോ? തീർച്ചയായും. ഈ സിനിമ വീണ്ടും ഇരുന്ന് 1-2 തവണയൊക്കെ കാണാറുണ്ടോ? ഒരു തവണ കാണാറുണ്ട്. ഒരു തവണ കണ്ട് ഞാൻ അതിൽ എനിക്ക് തോന്നുന്ന ഇമോഷൻസ് ഞാൻ എഴുതി വെക്കും. എഴുതി വെച്ചിട്ട് കുറേ നേരം ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കത്തേ ഇല്ല. പക്ഷേ ഞാനത് എഴുതാനിരിക്കുമ്പോൾ ഈ സിനിമയുടെ ഇമോഷൻ എന്താണ്, അപ്പോൾ ആ ഇമോഷനായിട്ട് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്ന പാട്ട് ഏതാണെന്ന് ഞാൻ നോക്കും. ആ സിനിമയിലെ പാട്ടായിരിക്കത്തില്ല ഞാൻ കേൾക്കുന്നത്, ആ ഇമോഷനുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്നൊരു ഒരു മ്യൂസിക് പ്ലേ ചെയ്തിട്ട് എഴുതാൻ തുടങ്ങും. അപ്പോൾ എനിക്കിതെല്ലാം ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ ശബ്ദത്തെക്കാളും അല്ലെങ്കിൽ ഇത് പറയുന്നതിനേക്കാളും എനിക്കിഷ്ടം എഴുതാനാണ്. അപ്പോൾ എഴുതുമ്പോൾ ആ പാട്ട് എന്നെ ഭയങ്കരമായിട്ട് ഡ്രൈവ് ചെയ്ത് ഞാനത് ചെയ്യും. അപ്പോൾ അതാണ് എൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഒരു തവണ കൂടി ആ സിനിമ കാണും, ഒരു തവണ കൂടി കണ്ടിട്ട് തോന്നുന്ന കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്ത് ഒരു പാട്ടിൻ്റെ സഹായത്തോടു കൂടി എഴുതും. അങ്ങനെയാണ് ഓരോ വീഡിയോസും നമ്മൾ കാണുന്നല്ലേ? പാട്ടാണ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ശരിക്കും പാട്ട് എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ഡ്രൈവിംഗ് ഫോഴ്സാണ് എന്നെ സംബന്ധിച്ച്. ഇപ്പം ഞാൻ അതിൽ ചൂസ് ചെയ്തേക്കുന്ന ബാക്ക്ഗ്രൗണ്ടായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്ന പാട്ടായിരിക്കും ശരിക്കും ഞാൻ ആ സിനിമ എഴുതാൻ നേരം കേട്ട പാട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. എനിക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു കാര്യമാണ്. ആ ഒരു മ്യൂസിക്കിൻ്റെ ഒരു പവറാണത്, സംഗീതത്തിൻ്റെ ഒരു പവറാണത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു സോങ് ഏതാണ്? അങ്ങനെ ചോദിച്ചാൽ ഒരുപാട് പാട്ടുകളുണ്ട്. പക്ഷേ എൻ്റെ എഴുത്തിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് സുദീപ് പാലനാടിൻ്റെ
ചില പാട്ടുകൾ. അതുപോലെ ഒരു എക്കാത്തലീന ഷെലനോവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ടുകാരിയുണ്ട്. അവർ എർത്ത് മെലഡീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. എർത്ത് മെലഡീസ് അടിച്ചാൽ മതി. അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു എന്താ പറയുക ജേണി എന്ന് പറയുന്നത് അല്ലേ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ചേതന FM 90.8. ഇത് ഫേസ് ടു ഫേസ് ആണ്. കൂടെ ഉള്ളത് ഞാൻ ആര്യ. എൻ്റെ ഒപ്പം ഉള്ളത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും സ്റ്റോറി ടെലറുമായിട്ടുള്ള മനു കൃഷ്ണയാണ്. നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് മനുവിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയാണ്. കാരണം ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനു പറഞ്ഞിട്ടുള്ള കാര്യം സ്നേഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിട്ടുകൊടുക്കൽ കൂടിയാണ് എന്ന് പറഞ്ഞ് കുറേ വീഡിയോസിൽ ഞാൻ കണ്ടു. ശരിക്കും മനുവിൻ്റെ ഭാഷ അത് തന്നെയാണോ? നമുക്ക് ഈ സ്നേഹം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഞാനതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് സിനിമകളിലൂടെ ആണെങ്കിലും എനിക്ക് ചുറ്റുമുള്ള മനുഷ്യരിലൂടെ ആണെങ്കിലും ഞാൻ സ്നേഹത്തെ മനസ്സിലാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ലവ് ഈസ് എ പാരഡോക്സ് ആണ്. പാരഡോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് പറയാൻ പറ്റും. ഒരേ സമയം സ്നേഹം വിട്ടുകൊടുക്കലുമാണ്, ചേർത്ത് നിർത്തലുമാണ്. ഇത് രണ്ടും എന്താ പറയുക, ലിറ്ററലി എതിർവശത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ്. അതായത് വിട്ടുകൊടുക്കലും ചേർത്ത് നിർത്തലും. പക്ഷെ ഇത് രണ്ടുമാണ് സ്നേഹം. ഇത് രണ്ടും കൂടെ അറ്റ് എ ടൈം നമുക്ക് പറ്റില്ല. അതാണ്. പറ്റും. എങ്ങനെ നമുക്ക് വിട്ടുകൊടുത്തോണ്ട് ചേർത്ത് നിർത്താൻ പറ്റൂലേ? പോസിബിൾ ആണോ? ഇന്നലെ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ അതിനകത്താണ് എന്തോന്നു താനിപ്പോൾ പറഞ്ഞ ഡയലോഗ് പറഞ്ഞിട്ടുള്ളത്. അതിൽ കഥാപാത്രം നരേന്ദ്രൻ ക്ലൈമാക്സിൽ തിരിച്ചറിയുന്നു തൻ്റെ ഭാര്യയായ ശോഭനയുടെ ക്യാരക്ടർ ഓർമ്മ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു, റിക്കവറിക്ക് സാധ്യതയില്ല, അവരിപ്പോൾ പുതിയൊരു ജീവിതം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം പുള്ളിക്കാരൻ്റെ തെളിവുകളുണ്ടായിരുന്നു. ആ കുട്ടി എൻ്റെ ഭാര്യയാണെന്ന് തെളിയിക്കുന്ന തെളിവുകളുണ്ടായിരുന്നു. പുള്ളി അത് കാണിക്കാനായിട്ടാണ് അവസാനത്തെ സീനിൽ അവിടെ എത്തിയത്. പക്ഷേ ഒരു കാരണവശാലും തന്നെ ഓർക്കില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പുള്ളി ചെയ്തത് ആ ടേബിളിൽ നിരത്തിയിട്ട ഫോട്ടോസ് എല്ലാം തിരിച്ച് ബാഗിലേക്ക് കയറ്റി, അല്ലെങ്കിൽ കയ്യിലിരുന്ന ഒരു ചെറിയ ഇതിലേക്ക് കയറ്റിയിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോവുക ചെയ്തത്. അതെന്തിനാ പുള്ളി അങ്ങനെ ചെയ്തത്? വിട്ടുകൊടുക്കാൻ മാത്രമാണോ അത്? കാരണം ഒരു തരത്തിലും ഇനി ആ പെൺകുട്ടി തൻ്റെ ലൈഫിലേക്ക് വരാനുള്ളൊരു പോസിബിലിറ്റിയും ഇല്ല. ആ സ്ഥാനത്ത് അയാൾ പിടിച്ചു പറിച്ച് കൊണ്ടുപോകുന്നതിനെക്കാട്ടിലും ഏറ്റവും മനോഹരമായ ഭാഷ ഇപ്പം മനു പറഞ്ഞതുപോലെ വിട്ടുകൊടുക്കലല്ലേ? അത് ഒരേ സമയം തന്നെ ചേർത്ത് നിർത്തലല്ലേ? അതിൽ കൂടുതൽ എങ്ങനെ അയാൾക്ക് ചേർത്ത് നിർത്താൻ പറ്റും ആ സാഹചര്യത്തിൽ? അതും ശരിയാണ്. അതായത് പൂർണ്ണമായിട്ടും അവളുടെ സാഹചര്യം മനസ്സിലാക്കി അവളുടെ മനസ്സൊരു പക്ഷെ ഞാനിതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവൾ ചിലപ്പോൾ വിഷമിക്കും, അല്ലെങ്കിൽ അവൾക്ക് കൺഫ്യൂസ്ഡ് ആവും, അവൾക്ക് പുതിയൊരു ജീവിതത്തിലെ സന്തോഷം നഷ്ടപ്പെടും. അപ്പം ശരിക്കും വിട്ടു കൊടുത്തുകൊണ്ട് ചേർത്ത് നിർത്തല്ലേ ചെയ്തത്? തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഇപ്പം മനു പറഞ്ഞതുപോലെ ഞാൻ പറയട്ടെ, ഇതെല്ലാം ഒപ്പീനിയൻസ് മാത്രമാണ്. ഇതൊന്നും ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ആത്യന്തികമായ സത്യമല്ല. അങ്ങനെയല്ല. ഇപ്പം മനു പറഞ്ഞൊരു പോയിന്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ആണ്. കാരണം ചേർത്ത് നിർത്തിക്കൊണ്ട് വിട്ടുകൊടുക്കുന്നതും ആകാം. കാരണം അയാൾക്കറിയാം, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന് അറിയാം ഇനി ഒരിക്കലും അവൾ തൻ്റെ ലൈഫിലേക്ക് വരില്ല എന്നുള്ളൊരു കാര്യം ആ ഒരു ക്യാരക്ടറിനറിയാം. അപ്പോൾ എന്തുകൊണ്ടും അവളുടെ സന്തോഷം അതാണ്, അല്ലെങ്കിൽ അവളെ പിടിച്ച് പറിച്ചു കൊണ്ടുപോകുന്നതിനെക്കാട്ടിലും നല്ലത് അവൾ സന്തോഷവതിയായിട്ട് അവിടെ നിൽക്കട്ടെ എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കല്ലോ അയാൾ പോയിട്ടുണ്ടായിരിക്കാം, തിരിഞ്ഞ് നടന്നിട്ടുണ്ടായിരിക്കാം. അതെ, ഒരേ സമയം ഇത് വിട്ടുകൊടുക്കലുമാണ്, ചേർത്ത് നിർത്തലുമാണ്. ശരിക്കും ഒരു പാരഡോക്സ് ആണ് സ്നേഹം എന്ന് പറയുന്നത്. അത് ഈ സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് പല തരത്തിലുള്ള സ്നേഹങ്ങളുണ്ട്. നമുക്ക് അച്ഛനും അമ്മയോട് തോന്നുന്ന സ്നേഹം, നമുക്ക് നമ്മുടെ അനുജന്മാരോടും അനിയത്തിമാരോടും തോന്നുന്ന സ്നേഹം, നമുക്ക് നമ്മുടെ പാർട്ട്നേഴ്സിനോട് തോന്നുന്ന സ്നേഹം. എനിക്കിപ്പോഴും അറിയില്ല ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്നേഹമാണോ അതോ ഇതിനെ നമുക്കിപ്പം സയൻസിൻ്റെ പെർസ്പെക്റ്റീവിൽ, എവല്യൂഷണറി പെർസ്പെക്റ്റീവിലൊക്കെ നമുക്കിതിനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം കൃത്യമായ ഉത്തരമുണ്ട്. പക്ഷേ ഈ ഉത്തരങ്ങൾക്കപ്പുറം നമ്മൾ ഫീൽ ചെയ്യുന്ന കാര്യം, അത് എനിക്കത് വാക്കുകളാക്കാൻ അറിയില്ല. നമ്മൾ ഫീൽ ചെയ്യുന്ന കാര്യമാണ്, അത് ഫീൽ ചെയ്യുക, സ്നേഹിക്കപ്പെടുക, സ്നേഹിക്കുക. അതാണ് സ്നേഹത്തിൻ്റെ ഭാഷ. അത്രേ ഉള്ളൂ. അല്ലാതെ ഒരേ സമയം സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നത് സത്യം പറഞ്ഞ ഒരു ഭാഗ്യമാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൗഹൃദത്തെ എങ്ങനെയായിരിക്കും മനു ഡിഫൈൻ ചെയ്യുക? ദ ബെസ്റ്റ് ഫോം ഓഫ് ലവ് എന്നൊക്കെ വേണമെങ്കിൽ സൗഹൃദത്തെ പറയാം. തീർച്ചയായിട്ടും. അങ്ങനെ കൂടെ നിൽക്കുന്ന എത്ര സൗഹൃദങ്ങളുണ്ട് ലൈഫിൽ? ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരില്ല, കുറച്ച് പേരുണ്ട്. അതായത് എൻ്റെ കൂടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന അലൻ എന്ന് പറയുന്ന ഒരു, ഞാൻ വിചാരിച്ചതാണ് അവൻ്റെ പേര് മെൻഷൻ ചെയ്യണമെന്ന്. അവൻ എൻ്റെ ഒരു ജേർണിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടായ ടൈമുകൾ ഉണ്ടായിട്ടുണ്ട്. ഒട്ടും അടിപൊളിയായിരുന്നില്ല. ലൈഫിൽ ഒരുപാട് പോയിന്റിൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വന്നിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യങ്ങളിലൊക്കെ എന്നെ വല്ലാതെ ചേർത്ത് നിർത്തിയ ആളാണ് അവൻ. അതുപോലെ ഗോകുല്, അങ്ങനെ കുറച്ച് നവീൻ, അങ്ങനെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നത്.
അവരൊക്കെ വീഡിയോസൊക്കെ കാണാറുണ്ട്, അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് എങ്ങനെയാണ് ഇത് ശരിയായില്ല എന്ന് പറഞ്ഞു തരുന്ന ആരെങ്കിലും സുഹൃത്തുക്കളുണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. ഇത് കണ്ടിട്ട് ഇത് റെഡി ആയില്ലടാ, അത് കൊള്ളില്ല എന്ന് പറഞ്ഞു തരുന്ന ആളുകളുണ്ട്. അതുപോലെ എനിക്ക് അടുത്ത ചെയ്യുമ്പോൾ എനിക്ക് ഈ ഐഡിയ ഒക്കെ നമ്മൾ പിച്ച് ചെയ്യുന്ന സമയത്ത് അത് സംസാരിക്കുന്ന സുഹൃത്തുക്കളുണ്ട്, അത് പറയുന്ന ആളുകളുണ്ട്. ഈവൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയതിന് ശേഷം തന്നെ എനിക്കുണ്ടായ സൗഹൃദങ്ങളുണ്ട്. ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെടാൻ പറ്റി. ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഫ്രൂട്ട് ഓഫ് മൈ വർക്ക് എന്ന് പറയുന്നത് അതാണ്. ഒരുപാട് മനുഷ്യരെ കണ്ടു. ആരെപ്പോലും ഞാൻ കാണുന്നത് അല്ലേ, നമ്മൾ പരിചയപ്പെടുന്നത് ആ വീഡിയോയിലൂടെയാണ്. ഇന്നിപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇനിയും ആ ഒരു പ്രോസസ്സ് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ, ആ ഒരു ജേണി അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. ദെൻ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ സൗഹൃദങ്ങളുടെ കാര്യം നമ്മൾ പറഞ്ഞു, പ്രണയത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഈ സൗഹൃദം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഇല്ല. എന്തുകൊണ്ടത് അത് അപ്ലോഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസ് വരുന്നില്ല? അല്ല, എനിക്കറിയില്ല. ഇത് എനിക്ക് അന്ന് റാൻഡമായിട്ട് ഞാൻ എടുക്കുന്ന, അല്ലെങ്കിൽ ഇതിനകത്ത് അങ്ങനെ ഒരു പ്ലാനിങ്ങും എന്ന് വെച്ചാൽ ഇന്ന സിനിമ ചെയ്തിട്ട് ഇത് ചെയ്യണം എന്നുള്ള പ്ലാനിങ് ഒന്നുമില്ല. റാൻഡമായിട്ട് എനിക്ക് ഈ വീക്ക് ഞാൻ എന്തായിരിക്കും പറയുക, അപ്പോൾ റാൻഡമായിട്ട് എൻ്റെ മുമ്പിൽ വരുന്നൊരു സിനിമ എടുക്കും. പിന്നെ ഒബ്വിയസ്ലി അതിനകത്തൊക്കെ നഷ്ടപ്രണയത്തിൻ്റെ ഒരു ഇതുണ്ടാവാം. അത് ശരി, ലൈഫിൽ അങ്ങനൊരു വെയിലൂടെ കടന്നു പോയത് കൊണ്ടാണോ? അതെ, തീർച്ചയായിട്ടും. അങ്ങനെ കടന്നു പോകാത്ത ആരെങ്കിലും ഉണ്ടോ? അതുമാത്രമല്ല, ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പാരഡോക്സുകളെ പറ്റി പറഞ്ഞില്ലേ നേരത്തെ. ശരിക്കും ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കാനുള്ളൊരു മെയിൻ ഡ്രൈവിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ അതിനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 years ബാക്ക് എനിക്ക് ഇതുപോലൊരു സംഗതി ജീവിതത്തിലുണ്ടായി. ഏതാണ്ട് അതേ സമയം തന്നെ എനിക്ക് വളരെ പ്രിയപ്പെട്ട എന്ന് വെച്ചാൽ എനിക്കൊരു അനിയനെ പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അവൻ തലേ ദിവസം എന്നെ വിളിച്ചിട്ട് ചില സമയത്ത് അവൻ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാറില്ല. കാരണം അവൻ എന്തെങ്കിലും വള്ളിക്കിട്ട് പറയാനായിരിക്കും എന്ന് വിചാരിച്ചാൽ ഫോൺ കട്ട് ചെയ്ത് വിടും. അന്ന് വിളിച്ചപ്പോൾ എന്തോ ഞാൻ നല്ല മൂഡായതുകൊണ്ട് ഫോൺ എടുത്തു. വീഡിയോ കോൾ ആയിരുന്നു, ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു, കോൾ കട്ട് ചെയ്തു. പിറ്റേ ദിവസം ഞാൻ അറിയുന്നത് അവൻ ആക്സിഡൻറ്റിൽ മരിച്ചു എന്നാണ്. വല്ലാതെ തകർന്നു പോയി. ഉറപ്പായിട്ടും എനിക്ക് പോയിട്ട് അവൻ്റെ മൃതശരീരം കാണാനുള്ള ധൈര്യമില്ലായിരുന്നു, ഞാൻ പോയില്ല. മേ ബി ഞാനിപ്പോഴും ഞാൻ ഗിൽറ്റ് എനിക്കുണ്ട്, എന്തുകൊണ്ട് ഞാൻ പോയില്ല എന്നുള്ളത് എനിക്ക് എന്നോട് തന്നെ പറയേണ്ട ഒരു മറുപടിയാണ്. എന്നെങ്കിലും എനിക്ക് എന്നോട് ഫൊർഗീവ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനകത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരാൾ മരിച്ചു, വളരെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു. നാളെ മുതൽ അയാൾ എൻ്റെ ജീവിതത്തിലില്ല, അയാളും ഇല്ല. രണ്ടാമത് അതേ പോയിന്റിൽ തന്നെ ഒരുമിച്ചുണ്ടാകുമെന്ന് വിശ്വസിച്ച ഒരാൾ ബൈ പറഞ്ഞു പോയി. അപ്പം ഈ ഒരു വല്ലാത്തൊരു ഇമോഷണൽ എന്താ പറയുക, ബ്രേക്കിങ്ങിലായിരുന്നു. അതായത് ലൈഫിൻ്റെയും ഡെത്തിൻ്റെയും ജീവിത പരാജയത്തിൻ്റെയും ഒക്കെ നടുക്കായിപ്പോയി, എന്ത് ചെയ്യണമെന്ന് അറിയാതായിപ്പോയി. അങ്ങനെയാണ് ശരിക്കും വീഡിയോ ക്രിയേഷനിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് കൂടുതലും ഞാൻ അന്ന് അനുഭവിച്ച വിഷമമായിട്ട് റെസണേറ്റ് ചെയ്യുന്ന കഥാപാത്രങ്ങളാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ എടുക്കുന്നത്. തീർച്ചയായിട്ടും സൗഹൃദത്തെ പറ്റിയുള്ള വീഡിയോ ചെയ്യാം, ഉറപ്പായിട്ടും. അതിൻ്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആയിട്ട് എടുക്കണം. നമ്മൾ വീണ്ടും ഒരു അടിപൊളി സോങ്ങിലേക്ക് പോകുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ലൈഫിൽ കുറേ എന്താ പറയുക, ഈ പറയുന്ന പോലെ ഒരു ഇമോഷണൽ വേരിയേഷൻസ് തന്നെ സംഭവിക്കാറുണ്ട് അല്ലേ. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ലൈഫിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം തിരികെ എത്തുന്നു ചേതന FM 90.8 ഫേസ് ടു ഫേസുമായി നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ ആര്യ. എൻ്റെ ഒപ്പം ഉള്ളത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള മനു കൃഷ്ണയാണ്. എന്താണ് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ ഒരു പുഞ്ചിരി ഞാൻ കാണുന്നല്ലോ, അങ്ങനെ കേൾക്കാൻ ഇഷ്ടമാണോ? എന്താണ്? ഇല്ല, ഞാനിപ്പോഴും എന്നെ അങ്ങനെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാനെപ്പോഴും എനിക്കറിയില്ല, എനിക്കത് ഒരു ഇൻഫ്ലുവൻസർ ആണോ ഞാനെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾക്കൊക്കെ ഇൻഫ്ലുവൻസർ ആണ് കേട്ടോ. കാരണം അത്യാവശ്യം നല്ല റീച്ചുള്ള അക്കൗണ്ടാണ്. ഇപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ ഓരോ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു ഇമോഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ സിനിമയിലേക്ക് വരുമ്പോൾ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ച് നമ്മുടെയൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ മനുവിൻ്റെയും ആഗ്രഹമായിരിക്കാം ആ ഒരു ബിഗ് സ്ക്രീനിൽ വരിക എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലേ. ഒരു സിനിമ ഏതൊരു എന്താ പറയുക, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഏതൊരു ബോയ്ക്കും അല്ലെങ്കിൽ ഏതൊരു ഗേളിനും എന്തായാലും ഈ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ, ഓഫ് കോഴ്സ് ഉണ്ടായിരിക്കുമല്ലോ. ശരിക്കും അങ്ങനെ ഒരു ആഗ്രഹം മനുവിനുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എനിക്കൊരു റൈറ്റർ ആവണമെന്നാണ് ആഗ്രഹം, ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ, ഒരു സ്ക്രീൻ റൈറ്റർ ആവണമെന്നാണ് ആഗ്രഹം. ഞാൻ ആക്ച്വലി ഒരെണ്ണം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്തെങ്കിലുമൊക്കെ പൂർണ്ണമാവുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ സിനിമയിൽ ഞാൻ വരുവാണെങ്കിൽ തന്നെ ഒരു എഴുത്തുകാരനായിട്ടായിരിക്കാം വരുന്നത്. അല്ലാതെ എൻ്റെ എല്ലാ സ്വപ്നങ്ങളാണ്, അറിയില്ല എന്താ സംഭവിക്കുക എന്നുള്ളത്, പക്ഷേ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ. ശരിക്കും ഞങ്ങളും ആഗ്രഹിക്കുകയാണ് എത്രയും പെട്ടെന്ന് ആ ഒരു ബിഗ് സ്ക്രീനിൽ ആ ഒരു മനു കൃഷ്ണ എന്നൊരു പേര് കാണട്ടെ എന്ന്. അതെ, അതാണ് ഞാൻ വിചാരിച്ചു. ഇപ്പോൾ ആ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഡബിങ് മേഖലയിലേക്ക് അല്ലെങ്കിൽ അഭിനയം എന്നുള്ളൊരു മേഖലയിലേക്ക് ശബ്ദം നൽകുക. ഞാൻ എഴുത്തുകാരനാണ്, എഴുത്താണ് എനിക്ക് കുറെ കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യം. ശബ്ദത്തെക്കാളും അല്ലെങ്കിൽ ശബ്ദം നൽകുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് എഴുതാനാണ്.
അപ്പം അങ്ങനെ എത്തിയിട്ട് ചിലപ്പം ഈ നമ്മുടെ മോർഗൻ ഫ്രീമാൻ ഇല്ലേ, ബാറ്റ്മാൻ ബിഗിൻസിലൊക്കെയുള്ള മോർഗൻ ഫ്രീമാൻ, പുള്ളി എപ്പോഴും നറേറ്റ് ചെയ്യാറുണ്ട്. അപ്പം എന്തെങ്കിലും ഞാൻ സിനിമയിൽ എത്തുവാണെങ്കിൽ എൻ്റെ ശബ്ദം ഈ നറേഷനായിട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. അല്ല, എനിക്ക് തന്നെ ആഗ്രഹമുണ്ട്, അങ്ങനെ സംഭവിക്കുവാണെങ്കിൽ സംഭവിക്കട്ടെ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഈ നമ്മുടെ സ്വപ്നങ്ങളാണല്ലോ ഈ പറയുന്ന പോലെ നമ്മളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു, പക്ഷേ ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കൺസേൺസ് ഉണ്ട്. വീട്ടുകാരുടെ കൺസേൺസ് ഉണ്ട്, എനിക്ക് എൻ്റേതായിട്ടുള്ള കൺസേൺസ് ഉണ്ട്. ഇതൊക്കെ മറികടന്ന് ഞാൻ നിയോഗങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു പോയിന്റ് ഓഫ് ലൈഫിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തി, ആ വ്യക്തി നമ്മളിലുണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത നിലയിലേക്ക് നമ്മുടെ ലൈഫിനെ കൊണ്ടുപോകാം. അതിനെയാണ് ഞാൻ നിയോഗങ്ങളെന്ന് വിശ്വസിക്കുന്നത്. ആ സാധനമുണ്ട്, ഞാനത് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഒരു നിയോഗത്തിൻ്റെ ഭാഗമായിട്ട് എവിടെയെങ്കിലുമൊക്കെ എത്തുകയാണെങ്കിൽ എത്തട്ടെ. അല്ലാതെ ഞാൻ ഇപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ വറി ചെയ്യുന്നില്ല. ഇല്ല, ഇപ്പം ഞാനിപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതുക, എന്നെക്കൊണ്ട് പറ്റുന്നൊരു കാര്യം അതാണ്, എഴുതുക. അത് ചെയ്യുകയാണ്, അത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്, വേറെ ഒന്നും ചെയ്യുന്നില്ല. എഴുതിക്കൊണ്ടേ ഇരിക്കുകയാണല്ലേ. ഇനി അടുത്ത ഒരു വീഡിയോ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറിനെ ഏതായിരിക്കും ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും? ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഞാൻ ഗന്ധർവൻ സിനിമയ്ക്കകത്തെ ഭാമയെ പറ്റിയിട്ടാണ് ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഞാൻ സംസാരിക്കുന്ന കൺസെൻറ്റിനെ പറ്റിയിട്ടാണ്. അത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അത് കൺസെൻറ്റ്, അതായത് ഒരു യെസ് അല്ലെങ്കിൽ ഒരു നോ, അത് ഒരു സ്ത്രീ പറയുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളതാണ് ആ സിനിമയിലൂടെ ഞാൻ മനസ്സിലാക്കിയത്. ആ സിനിമ ഒരു രണ്ടാമത്തെ തവണ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം അതാണ്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ അതിൽ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ കേട്ടോ. ഓക്കെ, ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇനി നിലവിൽ എനിക്കിപ്പോൾ ഒരു ജോബുണ്ട്, അത് കണ്ടിന്യൂ ചെയ്യുക. അവിടെ എനിക്ക് സിനിമയിലൊരു അവസരം കിട്ടുക, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലൊക്കെ പോകുന്നത് വരെ അവിടെ തന്നെ നിൽക്കുക. അതൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്. എഴുത്ത് തന്നെയാണ്. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ സിനിമയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സിനിമയോട്ട് റിലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മനുവിൻ്റെ ലൈഫിൽ ഞാനിതാണ്, ഈ ക്യാരക്ടർ ഞാനാണ് എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും മൂവി ക്യാരക്ടേഴ്സ് ഉണ്ടോ? അത് ഒരു പടമുണ്ട്, ഒരു ഇംഗ്ലീഷ് പടമുണ്ട്, ഗുഡ് വിൽ ഹണ്ടിങ് എന്നാണ് ആ പടത്തിൻ്റെ പേര്. മാറ്റ് ഡേമൺ ആണ് അതിനകത്ത് ഗുഡ് വിൽ ഹണ്ടിങ് എന്ന് പറയുന്ന ക്യാരക്ടർ. ആ സിനിമ കണ്ടപ്പോൾ എനിക്കങ്ങനെ ഫീൽ ചെയ്തിരുന്നു. അതായത് ഞാൻ ഇമോഷൻസ് കൺഫ്രണ്ട് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു. അതായത് പലപ്പോഴും നമുക്കറിയില്ല ഞാൻ എന്താണ് ഫീൽ ചെയ്യുന്നത്, എനിക്ക് സങ്കടമാണോ സന്തോഷമാണോ. ഇനി സന്തോഷമാണെങ്കിൽ അത് എന്തിനാണ് ഞാൻ സന്തോഷിക്കുന്നത്, ചിലപ്പോൾ സന്തോഷത്തിൻ്റെ കാര്യമോ നമുക്കറിയായിരിക്കും, പക്ഷെ സങ്കടത്തിൻ്റെ കാര്യമാണെങ്കിൽ പലപ്പോഴും നമുക്കറിയില്ല. ശരിയാണ്, സാഡായിട്ടിരിക്കുന്നത് എന്തിനാണെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ശരിക്കും നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെയോ ഓട്ടത്തിലാണ് അല്ലേ. അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, എന്നിട്ട് ലൈക്ക് എല്ലാ ദിവസവും രാവിലെ ആവുന്നു, രാത്രിയാവുന്നു, എഴുന്നേൽക്കുന്നു, ലിറ്ററലി ഈ ഒരു ലൂപ്പിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് വേണ്ടി സമയം കൊടുക്കാറില്ല. നമ്മൾ ഏറ്റവും എന്താ പറയുക, ലീസ്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരേ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് നമ്മൾ തന്നെയായിരിക്കും. അപ്പം എൻ്റെ ഒരു ഫേസ് ഓഫ് ലൈഫിൽ എൻ്റെ വിഷമങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു, ഞാൻ വിഷമിക്കുകയാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അതെല്ലാം എൻ്റെ പെർഫോമൻസിനെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്നില്ല, വീട്ടുകാരെല്ലാം ഭയങ്കരമായിട്ട് പുഷ് ചെയ്യുന്നുണ്ട്, പ്രഷർ ചെയ്യുന്നുണ്ട്, ചെയ്യുന്നു പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ജോബ് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്താണെങ്കിലും കുറേ പ്രശ്നങ്ങൾ എവിടേക്കോ മനസ്സിൽ കിടപ്പുണ്ട്. പക്ഷെ അതൊന്നും എന്താണെന്ന് അറിയത്തില്ല, അതൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഞാൻ ആ സിനിമ കണ്ടത്. അപ്പോൾ ആ സിനിമയ്ക്കകത്ത് റോബിൻ വില്യംസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ലെജൻഡറി ആക്ടറുണ്ട്, പുള്ളി ഒരു റോൾ ചെയ്യുന്നുണ്ട്. പുള്ളി ഈ വിൽ ഹണ്ടിങ്ങിനെ പറഞ്ഞ് മനസ്സിലാക്കിയടാ മോനെ നിനക്ക് വിഷമമുണ്ട്, നീ വിഷമിക്കണം, നിന്റെ വിഷമത്തിൻ്റെ കാരണം ഇതാണ് എന്ന് പറഞ്ഞ് അവൻ്റെ ഇമോഷൻസിനെ കൺഫ്രണ്ട് ചെയ്യുന്നൊരു സിനിമയാണ് ഈ ഗുഡ് വിൽ ഹണ്ടിങ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും എൻ്റെ ലൈഫിനോട് ഭയങ്കരമായിട്ട് ഒരിത് തോന്നി. ലിറ്ററലി ഞാൻ ആ സിനിമ കണ്ട് കരഞ്ഞു, ലിറ്ററലി കരഞ്ഞു. ശരിക്കും എന്നെ തന്നെ ഞാൻ ആ സ്ക്രീനിൽ കാണുകയായിരുന്നു. നല്ലൊരു സിനിമയാണ്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ തിരക്കഥ എഴുതിയ മാറ്റ് ഡേമൺ ആണ് തിരക്കഥ എഴുതിയത്. ബെൻ അഫ്ലിക്കിനെ അറിയില്ല? ബെൻ അഫ്ലിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ DC യൂണിവേഴ്സിന്റെ ബാറ്റ്മാൻ. പുള്ളി ഇപ്പം മാറി, പുള്ളി 26-ാമത്തെ വയസ്സിൽ എഴുതിയ തിരക്കഥയാണത്. ഇത് മാറ്റ് ഡേമണും ബെൻ അഫ്ലിക്കും കൂടി 26 years of ഏജിൽ എഴുതിയ തിരക്കഥയാണ് ഈ ഗുഡ് വിൽ ഹണ്ടിങ്. അപ്പൊ ശരിക്കും ആ ഒരു ടൈമിലുള്ള ചെറുപ്പക്കാരുടെ അവസ്ഥയായിരിക്കും അവർ പക്ഷേ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അവർക്കത് എങ്ങനെ എഴുതാൻ പറ്റി, അവരെങ്ങനെ പുൾ ഓഫ് ചെയ്യുന്നുള്ളൂ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല.
അത്രയും അടിപൊളി സിനിമയാണത്. തീർച്ചയായിട്ടും എന്തായാലും ഞാൻ കാണുന്നതായിരിക്കും. ഓക്കെ ഓക്കെ. അപ്പോൾ മനു, ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അതിൽ കൂടുതലും നമ്മുടെ ചർച്ചാ വിഷയം സിനിമ തന്നെയായിരുന്നു, സിനിമയിലുള്ള കഥാപാത്രങ്ങളൊക്കെ തന്നെയായിരുന്നു. ആ ഒരു ഇമോഷൻസിനെയും ഇപ്പോൾ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ഇമോഷൻസ് കൺവേ ചെയ്യുന്നത് ഇപ്പം മനുവിന് എന്താണോ മനസ്സിലാവുന്നത് അത് തന്നെയായിരിക്കാം മനു പറയുന്നതും എഴുതുന്നതുമെല്ലാം. അപ്പോൾ അങ്ങനെയുള്ള കുറേ ക്യാരക്ടേഴ്സിനെ നമ്മളിപ്പോൾ മനുവിൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ അങ്ങനെ കണ്ടിട്ടാണ് ഞാൻ മനുവിനെ കോൺടാക്ട് ചെയ്തതും ഇവിടേക്ക് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വളരെ ദൂരെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, മൈസൂരിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ കൊല്ലത്താണ് വീടല്ലേ? കൊല്ലത്താണ് വീട്. അപ്പോൾ എന്തായാലും നാട്ടിൽ വരുമ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തണമെന്ന് പറഞ്ഞു. മനു വാക്ക് പാലിച്ചു. ആൻഡ് തിരക്കാണെന്നറിയാം. ആ തിരക്കുള്ള സമയത്തും ഇങ്ങോട്ടേക്ക് എത്താൻ സാധിച്ചതിൽ, അല്ലെങ്കിൽ ആ ഒരു മനസ്സ് കാണിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു. അപ്പോൾ എന്തായാലും ആഗ്രഹങ്ങൾ പോലെ തന്നെ സിനിമയിൽ ബിഗ് സ്ക്രീനിൽ ആ ഒരു പേര് ഞങ്ങൾ കാണട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കാൻ കേട്ടോ. താങ്ക് യു സോ മച്ച്.